നിജേഷ് അരവിന്ദ് അത് മറക്കുകയാണോ നിങ്ങളിപ്പോൾ? മാതൃകാപരമായ ഒരു നടപടിയാണ് നിങ്ങളെടുത്തത് എന്ന കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു. നേരത്തെ CPM ഉണ്ടാകാറില്ല. അവർ ന്യായീകരിച്ച് അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. അതിൽ നിങ്ങൾ മാതൃക കാണിച്ചു. പക്ഷേ ധാർമ്മികതയുടെ കാര്യത്തിൽ നിങ്ങൾ CPM പഠിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ വരും. നിയമസഭാ കക്ഷിയിൽ ഇരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് മറ്റൊരു ഇരിപ്പിടം അവിടെ കിട്ടും. സ്വതന്ത്രനായിട്ടിരിക്കാൻ പറ്റും. മഞ്ജുഷേ, കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രാഥമികമായി കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായിക്കൊണ്ട് ബാക്കി നടപടികളിലേക്ക് പോകും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്പീക്കർക്ക് കത്ത് കൊടുക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ അദ്ദേഹമില്ല. അതോടുകൂടി ഞങ്ങളുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. ഞങ്ങൾ ആരുടെയും ധാർമ്മികത കട്ടെടുത്തിട്ടോ പഠിച്ചിട്ടോ അല്ല വരുന്നത്. ഞങ്ങൾക്ക് ആരുടെയും ഉപദേശവും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇതുപോലെ ഒരു നിലപാടെടുത്തത്? ഒരു പാർട്ടിയുടെ പ്രതിനിധി അദ്ദേഹം ഒരു ആരോപണം വന്നപ്പോൾ അത് പരാതിയില്ല, FIR ഇല്ല, കേസില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടുപിടുത്തി ചില ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നു. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഈ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകെ പോയി അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ആർക്കെങ്കിലും ഒരാൾക്ക് ആ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരു പരാതിക്ക് ഒരു FIR ഇടാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചോ? നിങ്ങൾ എന്തിനാ രാഹുലിന്റെ നേരെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്? കോൺഗ്രസ് നേരെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്? കോൺഗ്രസ് തന്നെ നിലപാടെടുത്തു. പിറ്റേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അതിനുശേഷം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം നിയമസഭാ കക്ഷി ഞങ്ങൾ മാറ്റി നിർത്തി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നിലപാട് അവിടെ കൃത്യമാണ്, ക്ലിയർ ആണ്. ഇനി പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നാണല്ലോ അല്ലെ? പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ, ഞങ്ങൾക്ക് ബാധ്യതയില്ല. അല്ല, അവിടെ മഞ്ജുഷ പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നല്ല. ഒരാൾക്കെതിരെ ആരോപണം വരുന്നു. ആ ആരോപണത്തിന് ഒരു പരാതി പോലും വരുന്നില്ല. ഒരാൾക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം വിശദീകരിക്കാനുള്ള സമയം വേണം. കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തോട് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല, തീവ്രത പഠിക്കാൻ പോകുന്നില്ല, നാളെ ആളുകളെ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാനില്ല, അതൊന്നും ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ വിശദീകരണം എടുക്കും, ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകും. മഞ്ജുഷ, നിങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് ഇരിക്കുന്ന ആൾക്കെതിരെ വന്ന പരാതി എവിടെ എത്തി? എന്തുകൊണ്ട് കേരളത്തിലെ ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക്, ഒരു സഹോദരിക്ക് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിന് മുന്നിൽ പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല, ആർജവമില്ല? ആ ആർജവം ഇല്ലാതിരിക്കാൻ കാരണം എന്താ? ഇതിനകത്തിരിക്കുന്ന ആളുകളുടെ മൊറാലിറ്റിയാണ്. ഞാൻ CPM പിന്തുണച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ കോൺഗ്രസ് മാതൃക കാട്ടിയിട്ടുണ്ട്. അതല്ല, ഒരു നടപടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിലൂടെ ഒരു മാതൃക കാട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലല്ല, അതിൽ ധാർമ്മികതയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാണ്. നിങ്ങൾ മാതൃക കാട്ടിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചുവല്ലോ. CPM അല്ല കോൺഗ്രസ് തെളിയിച്ചു. ഈ ദിവസം അല്ല, മഞ്ജുഷ കൃത്യമായി ചോദിക്കട്ടെ, എത്ര ദിവസമായി മഞ്ജുഷ ഈ വാർത്ത പുറത്തു വന്നിട്ട്? നിങ്ങൾ പറ, എത്ര ദിവസമായി വാർത്ത പുറത്തു വന്നിട്ട്? ഇന്നവരെ പരാതി വന്നോ? FIR വന്നോ? എന്നിട്ട് എന്താ കോൺഗ്രസ് എടുത്തത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം പറഞ്ഞു, ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുക്കും, ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞങ്ങളത് കൃത്യമായിട്ട് എടുത്തു. ഞങ്ങളുടെ നേതാക്കന്മാർ പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം, അല്ല പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം അല്ലല്ല, ഇനി ഇയാളെ വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടിന്റെ പടുകുഴിയിലാകുന്ന ഒരു സാഹചര്യമായി മാറുമെന്ന് പാർട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്ന് താങ്കൾക്ക് ഉറച്ചു പറയാൻ പറ്റുമോ ശ്രീ നിജേഷ് അരവിന്ദ്? പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്ന് മഞ്ജുഷെ പത്രപ്രവർത്തകരുടെ ഭാഷ എടുത്തുകൊണ്ട് ഞങ്ങൾ ചുമന്നു നടക്കുന്നു എന്ന് പറയണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ചുമക്കേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാൻ ഞങ്ങൾ എന്തിന് കാത്തുനിൽക്കണം? നീല ലോഹിതദാസ് നാടാര് ഈ കേരളത്തിലാണ് ഉള്ളത്, ഇപ്പോഴുണ്ടല്ലോ അദ്ദേഹം. AK ശശീന്ദ്രൻ, പൂച്ചക്കുട്ടിയുടെ AK ശശീന്ദ്രൻ ഇപ്പോഴുണ്ടല്ലോ കേരളത്തിലെ മന്ത്രിസഭയ്ക്കകത്ത്. KB ഗണേഷ് കുമാർ ഇപ്പോഴുണ്ടല്ലോ മന്ത്രിസഭയ്ക്കകത്ത്. നമ്മുടെ മുകേഷ് ഇപ്പോഴും ഉണ്ടല്ലോ MLA-ഷിപ്പിനകത്ത്. ശശി പഴയ MLA, KTDC ചെയർമാൻ അല്ലേ ഇപ്പം. ഗോപി കോട്ടമുറിക്കൽ പാർട്ടി ആഫീസിനകത്ത് ഒളിക്യാമറ വെച്ച് പിടിച്ച ഗോപി കോട്ടമുറിക്കൽ ഇപ്പോഴും കേരള ബാങ്കിന്റെ ചെയർമാൻ അല്ലേ. ഇവരെ ഒന്നും മാറ്റാനോ ഒന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, യെദിയൂരപ്പയെ പിടിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന് നയമുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയെ ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ സമ്മതിച്ചുവല്ലോ കോൺഗ്രസ് മാതൃക കാട്ടിയെന്ന്. ഞാൻ ഈ ചോദ്യമേ ഉന്നയിച്ചുള്ളൂ. നിങ്ങൾക്ക് ബാധ്യതയായ ഒരാളെ പാലക്കാടുകാർ സഹിച്ചോട്ടെ എന്നുള്ളത് മാത്രം. ശ്രീ പണിക്കർ, നിജേഷിന്റെ മറുപടിയോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്?
അല്ലെ ഇല്ല, നോക്കൂ, അദ്ദേഹം പ്രാഥമികമായിട്ട് തന്നെ ഇവിടെ പറയുന്നത്